അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് +2 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ചെറിയ ക്ലാസ്സുകളിൽ എസ് ബ്ലോക്ക് എലമെൻസിനെ പറ്റിയിട്ടും പി ബ്ലോക്ക് എലമെൻസിനെ പറ്റിയിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസ്. ഇവിടെ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ഒരു സാമ്പിൾ രൂപം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബ്ലോക്ക് എലമെൻസിൻ്റെയും പി ബ്ലോക്ക് എലമെൻസിൻ്റെയും ഇടയിൽ കാണുന്ന ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുള്ള എലമെൻസിനെയാണ് ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് വിളിക്കുന്നത്. സോ ഡി ബ്ലോക്ക് എലമെൻസ് ആർ ദ എലമെൻസ് ഫ്രം ഗ്രൂപ്പ് 3 ടു ഗ്രൂപ്പ് 12. ഡി ബ്ലോക്ക് എലമെൻസിനെ പറ്റി പറയുമ്പോൾ എസ് ബ്ലോക്ക് എലമെൻസിൻ്റെയും പി ബ്ലോക്ക് എലമെൻസിൻ്റെയും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. എസ് ബ്ലോക്ക് എലമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെറ്റൽസ് ആണ് അല്ലേ, എന്നാൽ പി ബ്ലോക്ക് എലമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മെറ്റൽസും ആണ്. അതിനാൽ ഡി ബ്ലോക്ക് എലമെൻസ് എസ് ബ്ലോക്ക് എലമെൻസിൻ്റെയും പി ബ്ലോക്ക് എലമെൻസിൻ്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്നു. മാത്രവുമല്ല they represents a transition from S block to P block, or we can say they represents a transition from metal to the non-metal. അതുകൊണ്ട് തന്നെ ഡി ബ്ലോക്ക് എലമെൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്രാൻസിഷൻ മെറ്റൽസ്. ഡി ബ്ലോക്ക് എലമെൻസ് ആർ ഓൾസോ നോൺ ആസ് ട്രാൻസിഷൻ മെറ്റൽസ്. ഡി ബ്ലോക്ക് എലമെൻസിനെ ഒന്ന് നോക്കൂ. ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുള്ള എലമെൻസ് ആണ് ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ പ്രധാനമായിട്ടും 4 പീരീഡുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 4 പീരീഡുകൾ. അതിൽ ആദ്യത്തേതിനെ നമുക്ക് 3D സീരീസ് അല്ലെങ്കിൽ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് എന്ന് വിളിക്കാം. സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള എലമെൻസ് ആണ് 3D സീരീസിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തെ പീരീഡിൽ യിറ്റർബിയം മുതൽ കാഡ്മിയം വരെയുള്ള എലമെൻസിനെ കാണാം. ഇവയാണ് സാധാരണയായിട്ട് 4D സീരീസ് അല്ലെങ്കിൽ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ പീരീഡ് നോക്കൂ. അടുത്ത പീരീഡായിട്ട് ലന്താനം മുതൽ മെർക്കുറി വരെയുള്ള എലമെൻസ്, ഇതിനെയാണ് തേർഡ് ട്രാൻസിഷൻ സീരീസ് അല്ലെങ്കിൽ 5D സീരീസ് എന്ന് വിളിക്കുക. തൊട്ടടുത്തായിട്ട് കാണുന്ന അടുത്ത പീരീഡിൽ ആക്ടീനിയം മുതലാണ് എലമെൻസ് വരുന്നത്. എന്നാൽ ഈ ഒരു പീരീഡ് ഇൻകംപ്ലീറ്റ് ആണ്. ഈ ഒരു സീരീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 6D സീരീസ് അല്ലെങ്കിൽ ഫോർത്ത് ട്രാൻസിഷൻ പീരീഡ്. അപ്പം ഇങ്ങനെ 4 പീരീഡുകളിലുള്ള 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ്, 6D സീരീസ് എന്നിവ ഉൾപ്പെട്ടതാണ് ഡി ബ്ലോക്ക് എലമെൻസ്. ഈ ഡി ബ്ലോക്ക് എലമെൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. 5D സീരീസ് ഒന്ന് നോക്കൂ. ലന്താനം ആറ്റോമിക് നമ്പർ 57. അത് കഴിഞ്ഞാൽ അടുത്ത എലമെൻ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത് ഹാഫ്നിയം ആറ്റോമിക് നമ്പർ 72. അപ്പോൾ 57നും 72നും ഇടയിലുള്ള എലമെൻറ്റ്സ് എവിടെ പോയി? അതുപോലെ തൊട്ടടുത്ത സീരീസിൽ ആക്ടീനിയം ആറ്റോമിക് നമ്പർ 89. അടുത്തതായിട്ട് 104 ആറ്റോമിക് നമ്പറിലെ എലമെൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 89നും 104നും ഇടയിലുള്ള എലമെൻറ്റ്സ് എവിടെ പോയി? അങ്ങനെയുള്ള എലമെൻസിനെ, അതായത് 5D സീരീസിലും 6D സീരീസിലും 57 മുതൽ 72 വരെയുള്ള എലമെൻസും അല്ലെങ്കിൽ 89ന് ശേഷം 104 വരെയുള്ള എലമെൻസും സെപ്പറേറ്റ് ആയിട്ട് വേറെ റോ ആയിട്ട് നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിൻ്റെ താഴെ കാണാനായിട്ട് സാധിക്കും. അവയാണ് സാധാരണയായിട്ട് എഫ് ബ്ലോക്ക് എലമെൻസ് എന്ന് വിളിക്കുന്നത്. എഫ് ബ്ലോക്ക് എലമെൻസ് ഇവിടെ നോക്കൂ. ആറ്റോമിക് നമ്പർ 58 വരുന്ന സീറിയം മുതൽ ആറ്റോമിക് നമ്പർ 71 വരുന്ന ലുട്ടീഷ്യം വരെ ഒരു സീരീസ് ഓഫ് എലമെൻറ്റ്സ് കാണാം. അതിനെ ലാന്തനോയിഡ്സ് എന്നാണ് വിളിക്കുക. ലന്താനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനാലാണ് ഇതിനെ ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അതിന് തൊട്ട് താഴെ മറ്റൊരു സീരീസായിട്ട് തോറിയം മുതൽ ലൗറീഷ്യം വരെയുള്ള എലമെൻസിനെ കാണാനായിട്ട് സാധിക്കും. ഈ സീരീസ് ഓഫ് എലമെൻസിനെയാണ് ആക്റ്റിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള 2 പ്രത്യേക സീരീസുകളെ ഒന്നിച്ച് പറയുന്ന പേരാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്.
ലാന്തനോയിഡ്സിനെയും ആക്റ്റിനോയിഡ്സിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസ് എന്നും വിളിക്കുന്നു. ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് അഥവാ ട്രാൻസിഷൻ മെറ്റൽസ്, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് അഥവാ ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദിമ മനുഷ്യൻ പുരാതന കാലം മുതൽ മെറ്റൽസിനെ ഒരുപാട് ഉപയോഗിച്ചിരുന്നു. ഇപ്പം മെറ്റൽസിൻ്റെ കണ്ടുപിടുത്തമാണ് അല്ലെങ്കിൽ അവയുടെ ഉപയോഗമാണ് മനുഷ്യജീവിതത്തിൽ ഇത്രയും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. മിക്കവാറും അന്ന് ഉപയോഗിച്ചിരുന്ന എല്ലാ മെറ്റൽസും ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. പഴയകാല ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, ആദിമ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന എലമെൻറ്റുകളാണ് അയേൺ, കോപ്പർ, സിങ്ക് എന്നിവയെല്ലാം. ഈ അയേൺ, കോപ്പർ, സിങ്ക് എന്നിവയെല്ലാം ഡി ബ്ലോക്ക് മെറ്റൽസ് ആണ് അഥവാ ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. അപ്പോൾ ഏകദേശം ഈ ഒരു ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലായി കാണുമല്ലോ. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ പറ്റിയിട്ടും എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ പറ്റിയിട്ടും നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് വിളിക്കാം എന്ന് നമ്മൾ കണ്ടു. എന്താണ് ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഈസ് ഡിഫൈൻഡ് ആസ് the one which has incompletely filled d orbitals in its ground state or in any one of the oxidation state. എന്താണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റ്സിന് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ടായിരിക്കുക. എപ്പോഴെല്ലാം ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും എല്ലാം കോമ്പൗണ്ടുകളിൽ അവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിലിരിക്കുമ്പോഴോ അവയ്ക്ക് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ അത്തരം എലമെൻസിനെയാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ട്രാൻസിഷൻ എലമെൻറ്റ്സിന് പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും എന്നതാണ് അർത്ഥം. എന്നാൽ ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിലെ ചില എലമെൻറ്റ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ സിങ്ക്, കാഡ്മിയം, മെർക്കുറി, ഇവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പരിശോധിക്കുമ്പോൾ ഇവയ്ക്ക് എല്ലാത്തിനും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ ഡി ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇങ്ങനെയാണ് ഡി ഓർബിറ്റൽ, നമുക്കറിയാം 5 ഡിഫറെൻറ്റ് ഡി ഓർബിറ്റലാണുള്ളത്. DXY, DYZ, DXZ, DX² - Y², DZ². ഓരോ ഡി ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ വീതം, മൊത്തം 5 ഓർബിറ്റലുകളിലെ 2 ഇലക്ട്രോൺ വീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 10 ഇലക്ട്രോൺ. അതുകൊണ്ട് D10 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഇങ്ങനെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവയ്ക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇവയെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ഡി ബ്ലോക്ക് എലമെൻറ്റ്സും ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ല എന്നാണ്. എക്സെപ്ഷണൽ കേസസ് ആണ് സിങ്ക്, മെർക്കുറി, കാഡ്മിയം എന്നിവ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട പല പ്രോപ്പർട്ടീസും നമുക്കിനി പഠിക്കാം.